അതായത് ആറാട്ടെന്ന് പറഞ്ഞെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞ കണ്ടത്തില് താറാകണ്ടിരിക്കുമാര് അലിൻ ജോസഫ് പറഞ്ഞെങ്കിൽ. ഹലോ ഗൈസ്, നിങ്ങൾ വീഡിയോയുടെ തമ്മിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിനാണ് പോണത്. ഈ കൂടെ ഉള്ളവനാണ് നമ്മുടെ നീരഞ്ജേട്ടൻ മോൻ ദിവിങ്കോ. നാട്ടാരും വീട്ടുകാരും പിന്നെ ഞാനും അവനെ മണികണ്ഠന്നുണ്ട് വിളിക്കും. അങ്ങനെ ഞാനും മണികണ്ഠനും ഉച്ചയ്ക്ക് ഒരു 2:30 നമ്മുടെ ശക്തനങ്ങ് എത്തി. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ അറിയാലോ, ചുട്ടുപൊള്ളണ വെയിലായിരുന്നു. എന്നാലും പൂരം കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സമയത്ത് വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാണ്ട് വടക്കുനാഥന്റെ മുന്നിൽ അങ്ങ് എത്താൻ പറ്റും. ഇവനാണ് എന്റെ പേരുള്ള വേറൊരു അശ്വി. എനിക്കും പിന്നെ മണികണ്ഠനും കഴുത്തിലിടാനുള്ള ബാഡ്ജ് ഇവന്റെ കയ്യിലായിരുന്നു. അത് തരാനുള്ള ഷോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ കുടമാറ്റത്തിന്റെ കുടകൾ നിരത്തിരിക്കണ്ടായിരുന്നു. അതിന്റെ നടുക്കിലേക്ക് ഞങ്ങൾ 3 കയറിയിരുന്നു. എന്തിനാണെന്നറിയോ? പോലീസ് അവിടുത്തെ ജനങ്ങളെല്ലാരും ഓടിച്ചോണ്ടിരിക്കുക. ബാഡ്ജ് ഉണ്ടെങ്കിലും ചിലപ്പോ പുറത്താക്കപ്പെട്ടേക്കാം എന്ന് അശ്വിൻ പറഞ്ഞു. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് അങ്ങ് മറിഞ്ഞിരുന്നു. ഇനി എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൊടി പിടിക്കാൻ പോകണം സാറേ എന്നങ്ങ് പറയാലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോ ആനകളായിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കുടമാറ്റംകാരും അവിടെ ഓരോ ആനയുടെ പിന്നാലെ 5-6 പേര് കുട പിടിച്ച് നിൽക്കണ്ടാവും റെഡി ആയിട്ട് ഇതുപോലെ. അപ്പൊ വെറുതെ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും കുട പിടിക്കാൻ അങ്ങ് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട പിടിക്കണം. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് തന്നെ ആനയുടെ പുറത്തിരിക്കുന്ന ചേട്ടന് കൊടി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായി. അത് മാത്രല്ല, ആനയുടെ പുറകെ നിൽക്കണ കാരണം ആന എങ്ങാനും ഇടിച്ചു തെറിപ്പിക്കുമോ എന്ന് ആലോചിച്ചു കുറച്ച്. പക്ഷെ ആ ഒരു പേടി ആദ്യത്തെ കൊടി കൊടുക്കുമ്പോൾ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഒരു 10-12 അങ്ങ് കൊടുത്തു. അങ്ങനെ ഇരുട്ടായി വന്നപ്പോ കുറെ LED കുടകൾ അങ്ങ്. അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയായിരുന്നു. അവസാനത്തെ കൊടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചടങ്ങ്. തൃശ്ശൂർ പൂരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ കുടമാറ്റെല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വെടിക്കെട്ടിന് വരാന്നുണ്ടെങ്കിൽ ഇറങ്ങി. അവിടെ അടുത്ത് ആനപ്പൂരൊക്കെ നടക്കണ്ടായി. എന്നാൽ അത് കാണാനുള്ള ശക്തി ഉണ്ടായി. ഒന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ മതിയെന്നായിരുന്നു. അപ്പൊ നിങ്ങൾ ഇനി കാണാൻ പോകേണ്ടതാണ് ഒരു വെടിക്കെട്ട് അപാരത. വെടിക്കെട്ട് കാണാനായിട്ട് ഏതാണ്ട് ഒരു 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ ബിൽഡിങ്ങിനെ മേലേക്ക് കയറി. അവിടെയും വിചാരിച്ചേക്കാൾ ആൾക്കാരുണ്ടായിരുന്നു. വെടിക്കെട്ട് തുടങ്ങാൻ ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് തന്നെ കുറെ പേര് പരിചയപ്പെട്ടു. അതിലൊന്നാണ് ഈ ചേട്ടൻ സുഗീഷ് തക്കടു. ഇപ്പോൾ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇഷ്ടംപോലെ ജനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവര് തിരുവമ്പാടിനും പാറമേക്കാവിന്റെയും അവര് പൊട്ടിക്കുന്ന പറഞ്ഞങ്ങളല്ല. ഇവരെ മനസ്സിൽ ഓരോ കമ്മിറ്റിയിലും എന്ത് ചെയ്യും, അവരെന്ത് പറഞ്ഞങ്ങൾ കാണുന്ന മനസ്സുകൊണ്ട് അത് ഭംഗിയിൽ എന്ത് കാണുമെന്ന് വെച്ചാൽ ഇവർ നിൽക്കുന്നത്. നിങ്ങൾ അവിടെ നിൽക്കുന്നത് മതി. ഇവർ ഇഷ്ടംപോലെ ഫാമിലി എടുക്കുന്നുണ്ട്. അവരെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത് പാറാമേക്കാവ് ഇന്ന് പൊട്ടിക്കും അത് പൊട്ടിക്കുന്നതല്ല. അവരെ മനസ്സിലെ വർണ്ണം കാണാൻ ഇത്ര സമയം കൊണ്ട് അവരിയ്ക്കുന്നതാണ്. അതാണ് തൃശ്ശൂർ പൂരം. അല്ലാണ്ട് അവര് പടക്കം പൊട്ടിക്കോ ആ പടക്കത്തിൽ ഭംഗിയാണെന്നല്ല. നമ്മുടെ മനസ്സിലൊരു ഭംഗിയുണ്ട്. ആ ഭംഗിയിൽ എന്ത് കാണണം ആ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞതിൽ എല്ലാം മനസ്സിലായില്ലെങ്കിലും കുറച്ചെന്തൊക്കെയോ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണണ്ടേ. അതായത് ആറാട്ടെന്ന് പറഞ്ഞെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞ കണ്ടത്തില് താറാകണ്ടിരിക്കുമാര് ഇങ്ങനെ നെല്ല് ഇങ്ങനെ അയാൾ പിന്നെ അതാണ് ആറാട്ടെന്നെ. അലിൻ ജോസഫ് പറഞ്ഞെങ്കിൽ അതിനെ പറ്റി വല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ കണക്ക് ടീച്ചറാണ്. ആ കണക്ക് ടീച്ചർ കുണ്ടിമടിക്കുക. ആ കുണ്ടിമടിക്കുമ്പോൾ ഇങ്ങനെ ഇതാണ് ഏത് പെരേരയുടെ അലിൻ ജോസ് പെരേര അച്ഛൻ വിളിച്ചുകൊണ്ട് ബ്രോ. ഇത് മാത്രല്ല കേട്ടാ പറഞ്ഞേ, മാജിക് മൂമെന്റ്സ് ഒക്കെ പുള്ളിയുടെ കൂട്ടുകാരൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കണം എന്നൊക്കെയാ പറഞ്ഞിരുന്നത്. ഏത് സാധനം പുള്ളി അടിച്ചെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായി. കുറെ ചോദിച്ചു, പക്ഷെ പറഞ്ഞില്ല പുള്ളി. അത് പോട്ടെ, അടുത്ത എന്താ സംഭവിച്ചെന്ന് അറിയോ? ഈ ജനങ്ങളുടെ ഓട്ടം കണ്ടാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. അതന്നെ, ആന ഇടഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, പേടിച്ചോടായിരുന്നു. നിങ്ങൾ തന്നെ കണ്ടോക്ക്. ആ ഒരു സംഭവത്തോടെ ഒരു കാര്യം മനസ്സിലായി. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്ന വെടിക്കെട്ട് എന്തായാലും സമയത്തിന് പൊട്ടില്ല. അത് മാത്രല്ല, പോലീസ് ആണെങ്കിൽ ജനങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ കുറെ ശ്രമിക്കണ്ടായി. കാരണം അത് റെഡ് സോൺ ആയിരുന്നു. പോലീസും വിട്ടുകൊടുത്തില്ല, ജനങ്ങളും വിട്ടുകൊടുത്തില്ല. അങ്ങനെ കുറെ സമയത്തിനൊടുവിൽ അവസാനം നമ്മുടെ വെടിക്കെട്ട് അങ്ങ് തുടങ്ങി. സമയം 4:15.
അപ്പൊ നമ്മുടെ പൂരം വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കാൻ മറക്കണ്ടട്ടാ.